ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വെജിറ്റബിൾ ലസാനിയ ആണ്, ഇറ്റാലിയൻ ലസാനിയ. ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് നമുക്ക് വീട്ടിൽ എങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വീഡിയോയിൽ ഞാൻ വിശദമായിട്ടെല്ലാം പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സമയം കളയാതെ തന്നെ റെസിപ്പിയിലേക്ക് കിടക്കാം. ലസാനിയ ഉണ്ടാക്കാനായിട്ട് നമുക്ക് പാസ്ത ഷീറ്റാണ് ആദ്യം ഉണ്ടാക്കേണ്ടത്. നമുക്ക് അതിനു വേണ്ടി ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. മൈദയിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് 2 ടീസ്പൂൺ എണ്ണ കൂടെ ചേർത്ത് കൊടുക്കണം. ഉപ്പും എണ്ണയും കൂടെ നമുക്ക് ഈ മൈദയിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഉപ്പും എണ്ണയും മിക്സ് ആയതിനു ശേഷം നമുക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഈ മൈദ ഒന്ന് കുഴച്ചെടുക്കണം. കുറേശ്ശെ വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. കുറേശ്ശെ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്കിത് കുഴച്ചെടുക്കാം. ഒത്തിരി ഹാർഡായി പോകരുത്. നമുക്ക് ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെയുള്ള അതിനെക്കാട്ടിലും സോഫ്റ്റായിട്ട് വേണം നമുക്കിത് കുഴച്ചെടുക്കാനായിട്ട് കേട്ടോ. ഇപ്പം ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ പാസ്ത ഷീറ്റ് മാർക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടും. അത് നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമുക്കിത് വീട്ടിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് നമുക്കിത് പാസ്ത ഷീറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പം ഈ ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് 10 മിനിറ്റ് സമയത്തേക്ക് നമുക്കിതൊന്ന് മാറ്റി ഒന്ന് അടച്ച് മാറ്റി വയ്ക്കാം. 10 മിനിറ്റിന് ശേഷം തുറന്നിട്ട് വീണ്ടും നമുക്കിതൊന്നുകൂടെ ഒന്ന് കുഴച്ച് കൊടുത്ത് നോക്കാം. ഇത് നല്ലൊരു സോഫ്റ്റ് ഡോ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് പരത്താൻ തുടങ്ങാം. ഞാനിവിടെ ഒരേ വലിപ്പത്തിലുള്ള 4 ബോൾസ് ഞാനിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര ലെയർ വേണമെങ്കിലുള്ള 3ഓ 4ഓ ലെയറിലുള്ള ലസാനിയ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഞാനിവിടെ 2 ലെയറിലുള്ള ലസാനിയാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ 4 ബോൾസ് ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം മൈദ ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് പരത്തിയെടുക്കാം. വലിപ്പമൊക്കെ നിങ്ങൾ നോക്കണം. നിങ്ങൾ വെക്കുന്ന പാനിൻ്റെ വലിപ്പത്തിനനുസരിച്ച് വേണം നമുക്കിത് പരത്തിയെടുക്കാനായിട്ട്. ചപ്പാത്തിയൊക്കെ പരത്തുന്നത് പോലെ തന്നെ നമുക്കിത് പരത്തിയെടുക്കാം. പാനിൻ്റെ വലിപ്പം അനുസരിച്ച് വേണം ഇതിൻ്റെ വലിപ്പവും നിങ്ങൾ നോക്കി വേണം അത് ചെയ്യാൻ. ഞാനിപ്പം ഇത്രയും വലിപ്പത്തിലുള്ള ഷീറ്റാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. കണ്ടോ, ഞാനിത് ഈ പ്ലേറ്റിലേക്ക് വയ്ക്കുവാണ്. ഇത് നമുക്ക് ഒരു അരമണിക്കൂർ സമയത്തേക്കെങ്കിലും ഒരു ഫാനിൻ്റെ കീഴെ നമുക്കിത് കാറ്റ് കിട്ടാനായിട്ട് ഒന്ന് വെക്കണം. അതൊന്ന് ഉണക്കിയെടുക്കണം. നമുക്കൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഫാനിൻ്റെ കീഴെ ഒരു അരമണിക്കൂറെങ്കിലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ ഒരു ഷീറ്റും കൂടെ ഉണ്ടാക്കട്ടെ. ഞാനത് അടുത്ത ഷീറ്റും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഞാൻ മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റി നമുക്കിത് ഒരു അരമണിക്കൂർ സമയം ഇത് ഉണങ്ങാനായിട്ട് വെക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് സോസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 6 തക്കാളി കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. ഒരു ഹൈ ഫ്ലെയിമിൽ 3ഓ 4ഓ വിസിൽ വരുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ തന്നെ വേവിക്കണമേ. ഇപ്പോൾ തക്കാളി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് നമുക്കിതൊന്ന് അരച്ചൊരു പേസ്റ്റാക്കി എടുക്കണം. തണുത്തതിന് ശേഷമേ മിക്സിയിലേക്ക് മാറ്റാവുള്ളൂ കേട്ടോ. നമുക്ക്
ഇനി നമുക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കണം. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കണം. ബട്ടർ ഒന്ന് ചൂടാകുമ്പോഴേക്കും അതിനകത്തേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. മൈദ ബട്ടറിനകത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചെറിയ തീയിലിട്ട് വേണം ചെയ്യാനായിട്ട്. മൈദയും ബട്ടറും കൂടി ഫ്രൈ ആകുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു സ്മെല്ലുണ്ടാകും. നല്ലൊരു സ്മെല്ല് ഇടുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് കുറച്ചായി പാലൊഴിച്ച് കൊടുക്കണം. പാല് കുറച്ചായിട്ട് വേണം ഒഴിച്ച് കൊടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ സോസ് ഇപ്പോൾ ഇവിടെ ഈ പരുവമായിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ഹെർബ്സാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1/2 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ പൗഡർ, ഒരു 1/2 ടീസ്പൂൺ ഒറിഗാനോ ഇളക്കി കൊടുക്കാം. നമുക്ക് 1 മിനിറ്റ് നമുക്ക് ഇളക്കി കൊടുത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ലോ ഫ്ലെയിമിൽ വേണം നമ്മളിത് ചെയ്യാനായിട്ട്. ഇത് സോസ് ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ കട്ട പിടിക്കാതെ ശ്രമിക്കണം. അതായത് ഇപ്പോൾ നമുക്ക് ആയിട്ടുണ്ട്. നമുക്കിത് വാങ്ങി വയ്ക്കാം. ഇനി നമുക്ക് ടൊമാറ്റോ സോസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തു. ബട്ടർ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ചെറുതായി അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ചെറുതായി അരിഞ്ഞിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് നമുക്കിനി ഹെർബ്സാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1/2 ടീസ്പൂൺ ഒറിഗാനോ, 1/2 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അവസാനമായിട്ട് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടെ ചേർത്ത് കൊടുക്കണം. 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ അരച്ച് വച്ചിരിക്കുന്ന ടൊമാറ്റോ കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ പാസ്ത സോസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വെജിറ്റബിൾ ഫ്രൈ ചെയ്യണം. അതിന് വേണ്ടി ഞാൻ പാനിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുത്തു. ഇത് 1 ടേബിൾ സ്പൂൺ ബട്ടർ, അതുപോലെ കുറച്ച് ഓയിലും കൂടെ നമുക്ക് ഇതിനോട് ചേർത്ത് കൊടുക്കാം. ബട്ടറും ഓയിലും ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അരിഞ്ഞത് ചെറുതായിട്ട് അരിഞ്ഞ് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് നിറമാറി വരുമ്പോഴേക്കും നമുക്കതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എന്തൊക്കെയാണെന്ന് ഞാനിപ്പോൾ പറയാം. എന്തൊക്കെയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നതെന്ന് പറയാം. സവോള 1/2 കപ്പ്, 1/2 കപ്പ് സവോള, 1/2 കപ്പ് യെല്ലോ ക്യാപ്സിക്കം, 1/4 കപ്പ് ഗ്രീൻ ക്യാപ്സിക്കം, അതുപോലെ 1/4 കപ്പ് ക്യാരറ്റ്, 1/4 കപ്പ് മഷ്റൂം എല്ലാം നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് ടൊമാറ്റോ നന്നായിട്ട് ഇളക്കി കൊടുക്കാം.
അവസാനമായിട്ട് ഒരു 1/4 കപ്പ് കോൺ കൂടി നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം. നമുക്കൊരു 2-3 മിനിറ്റ് ഇതൊന്ന് വേവിക്കണം. നമ്മൾ ഈ വെജിറ്റബിൾസൊക്കെ നമ്മൾ ഒത്തിരി വേവിക്കേണ്ട, അത് ക്രഞ്ചി ആയിട്ട് തന്നെ ഇരിക്കണം. വൺ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. കോൺ ഞാനിവിടെ ചേർത്തിരിക്കുന്നത് ബോയിൽ ചെയ്തിരിക്കുന്ന കോണാണ് കേട്ടോ. നമുക്കിതിനകത്തേക്ക് ഒന്ന് ടേസ്റ്റിന് വേണ്ടി ഒരു അല്പം ചില്ലി ഫ്ലേക്സ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം, വേണ്ടെങ്കിൽ ചേർക്കണ്ട ചില്ലി ഫ്ലേക്സ്. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ലസാനിയ ഷീറ്റ് നമുക്ക് ഉണങ്ങിയിട്ടുണ്ടാവും. ഇനി നമുക്ക് പാനിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് റെഡ് സോസ് ആദ്യം ഒഴിച്ച് കൊടുക്കണം. സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പാസ്ത ഷീറ്റ് വെച്ച് കൊടുക്കാം. അതിൻ്റെ പുറത്തേക്ക് കുറച്ച് നമുക്ക് റെഡ് സോസ് ഒഴിച്ച് കൊടുക്കാം. സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ അതിൻ്റെ കൂടെ വൈറ്റ് സോസ്, രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇനി നമുക്ക് നമ്മുടെ വെജിറ്റബിൾസ് വെച്ച് കൊടുക്കാം. അതിൻ്റെ പുറത്തേക്ക് ചീസ് വെച്ച് കൊടുക്കാം. ഇത് മോസറേല ചീസും പ്രോസസ്ഡ് ചീസും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണിത് കേട്ടോ. അതിലേക്ക് നമുക്ക് അടുത്ത പാസ്ത ഷീറ്റ് വെച്ച് കൊടുക്കാം. അതിലേക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാം. വൈറ്റ് സോസ്, ഇങ്ങനെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. ഇതാ ഇപ്പം നമ്മുടെ ലസാനിയ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. അപ്പോഴെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിത് എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക. ഇനി വേറൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ.